രണ്ടാൾക്കാരത്തിൽ കയറി വരണമുണ്ട്. ഒരാൾ മുട്ടത്തലയും ഒരാൾ മുട്ടയില്ലാത്ത ആള്. അത് മെല്ലങ്ങനെ കയറി വന്നിട്ട് ഈ വീടിൻ്റെ മുമ്പിൽ നിന്നു. ഇത് ഒരുത്തങ്ങോട്ട് കയറി, മുട്ടത്തല ഇവിടെ നിന്നു, മറ്റങ്ങോട്ട് കയറി കയറി പറഞ്ഞ് മിണ്ടണ്ട വയ വന്നിട്ട് ഓടി അങ്ങോട്ട് കയറി പോയി. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന അതൊന്ന് ഇവിടെ നിന്ന പാർട്ടി ഇവനുണ്ടായിരുന്നോ? ഇവൻ നീല ഷർട്ട് ഇട്ടതിന് വന്നിട്ട് ഒന്നവൻ തന്നെയാണ്. ഇവിടെ നിൽക്കുകയായിരുന്നു അല്ലേ? മുട്ടത്തല ഇവിടെ നിൽക്കായിരുന്നു. അപ്പോൾ പറഞ്ഞ വായ വന്നിട്ട് നല്ല മിണ്ടാണ്ട് വായ വന്നിട്ട് വിളിച്ചിട്ട് കയറ്റി കൊണ്ടുപോയി. ഈ പട്ടീനെ കണ്ടു അങ്ങനെ കാണാതെ പട്ടി? അപ്പൊ ആ വേണ്ട കൂടാതെ കിടന്നു പോകണം. അപ്പൊ അവര് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ഞങ്ങളുടെ പൊമ്മേരെയും പട്ടിക്കുട്ടി ചാടിപ്പോയി പിടിക്കാൻ വേണ്ടി വന്നിട്ട് അത് കയറിപ്പോയി. ഈ വീടിന്റെ ബാക്കിലൂടെ കയറിപ്പോയി. അതായത് ഇത് രക്ഷപ്പെട്ട ശേഷം ഈ വീടിന്റെ ഇതുവഴി കയറിപ്പോയി ഇവിടെ നിൽക്കുകയായിരുന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പുറകിലേക്ക് കയറിപ്പോയി. ഇതിന് മുകളിലേക്ക് വലിയ തോതിൽ തന്നെ കാടാണ്. ഇതിന് മുകളിലേക്ക് മുഴുവൻ, അതായത് ഈ വീടുകൾ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ വീടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിന് മുകളിലേക്ക് വീടോ ആൾതാമസമോ ഒന്നും തന്നെയില്ല. വലിയ രീതിയിൽ കാടാണ് ഇതിന് പുറകിലേക്ക് ഉള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ കാടിനുള്ളിലേക്ക് കയറി പോലീസ് അടക്കം ഡ്രോൺ അടക്കം കൊണ്ടുവന്നുള്ള നിരീക്ഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇതിനുള്ളിലേക്ക് പിന്നിലേക്ക് കയറിപ്പോയി എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിച്ചില്ല. പക്ഷേ ഈ ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്നടക്കം ഈ പ്രതികൾ കയറിപ്പോയത് ഇവിടേക്കാണ് എന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു വലിയ പ്രദേശമാണ്. നിരവധി ഏക്കർ കണക്കിന് സ്ഥലം ഇത്തരത്തിൽ കാട് പിടിച്ചടക്കുകയാണ്. സ്വാഭാവികമായും അപ്പോൾ അവിടേക്ക് പോലീസിന് അതിനുള്ളിലേക്ക് തെരഞ്ഞ് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമേറിയ കാര്യം തന്നെയായിരിക്കും. പക്ഷേ എന്തായാലും ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ഈ വടിവാൾ വിനീതും അതുപോലെ തന്നെ രാഹുലുമാണ് ഇന്ന് രാവിലെ ഈ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞിരിക്കുന്നത്. അജി.